ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഞാൻ ഒരുപാട് പേർക്ക് ഡ്രൈവിംഗ് ക്ലാസ് എടുത്തു കൊടുക്കുന്ന ആളാണ്. അത്തരത്തിൽ എൻ്റെ കുറേയധികം സ്റ്റുഡൻസിന് ഗിയർ മാറ്റുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ്. പല ആൾക്കാരും തേർഡ് ഗിയറിലായിരിക്കും ഒരു വാഹനം നിർത്തിയ ഒരു വാഹനത്തെ മുന്നോട്ടെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. മറ്റൊന്നുമല്ല, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നതാണ് വീഴുന്നത് പലപ്പോഴും തേർഡ് ഗിയർ ആണ്. അതുപോലെ തന്നെ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ഉദാഹരണം പറയാം, ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടണം, അടുത്തൊരു ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അറിയാതെ ന്യൂട്രൽ പൊസിഷനിൽ വന്ന് കിടക്കും. ഇപ്പോൾ സെക്കൻഡിൽ നിന്ന് തേർഡ് കൊടുക്കുന്ന സമയത്താണെങ്കിലും ഈ ഒരു പ്രശ്നം, ന്യൂട്രലിൽ വന്ന് അറിയാതെ ഗിയർ ലിവർ വന്ന് കിടക്കുന്ന ഒരു പ്രോബ്ലം വരും. അപ്പം വണ്ടി മുന്നോട്ട് നീങ്ങത്തില്ല, ഇങ്ങനെ ഒരു പ്രശ്നം വരും. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്തരത്തിലുണ്ടാകുന്ന ഗിയറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെയും വളരെ ക്ലിയർ ആയിട്ട് ആ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാനായിട്ട് എങ്ങനെ ഗിയർ മാറ്റാം എന്നുള്ള ഒരു മെത്തേഡാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാരെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വാഹനത്തിന്റെ ഗിയർ ഷിഫ്റ്റിംഗിൽ തെളിയാനായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് തെറ്റാതെ നന്നായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് നിങ്ങളെ ഞാനൊരു മെത്തേഡ് പഠിപ്പിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ ആദ്യം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അതായത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്ന സമയത്താണ്, ഇപ്പം എൻ്റെ വണ്ടിയുടെ ഗിയർ ന്യൂട്രൽ പൊസിഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ ന്യൂട്രൽ പൊസിഷനിൽ നിന്ന് പല ആൾക്കാരും ഫസ്റ്റ് ഗിയർ കൊടുക്കാനായിട്ട് ഗിയർ ലിവറിൽ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഇതിങ്ങനെ ചേർത്തിട്ട് ഇങ്ങനെ ഇടും. ഇങ്ങനെ ഇടാൻ നോക്കുന്ന സമയത്ത് ഗിയർ തട്ടി നിൽക്കും, മുന്നോട്ട് വീഴത്തില്ല. ഈ ഒരു പ്രോബ്ലം പല ആൾക്കാർക്കും വരാറുണ്ട്. അതായത് ലെഫ്റ്റ് ചേർത്തിട്ട് ഇങ്ങനെ ഇടാൻ ശ്രമിക്കും, പക്ഷെങ്കിൽ ഗിയർ വീഴത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങോട്ട് ചേർക്കുന്നത് കുറച്ചൊന്ന് അയച്ചിട്ട് ഇങ്ങനെ ഇടും. ഇങ്ങനെ ഇടുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ ആണെന്നോർത്താണ് ഇടുന്നത്, പക്ഷെങ്കിൽ വീഴുന്നത് തേർഡ് ഗിയർ ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, തേർഡ് ഗിയറിൽ വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കും. ഇത്തരത്തിൽ നിർത്തിയ ഒരു വണ്ടിയെ നമ്മൾ തേർഡ് ഗിയറിൽ എടുക്കുന്ന സമയത്ത് വണ്ടി റോഡിൽ മൂവ് ആകത്തില്ല, വണ്ടി ഓഫ് ആയി പോകും. കാരണം ഫസ്റ്റ് ഗിയറിൻ്റെ അത്രയും ഒരു ശേഷിയുള്ള ഗിയർ അല്ല തേർഡ് ഗിയർ എന്നുള്ളത്. അപ്പം തേർഡ് ഗിയറിലേക്ക് വീണിട്ട് എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫായി പോകുന്ന പ്രശ്നം വരും. തേർഡ് ഗിയർ ആണോ വീണത് എന്നുള്ളൊരു കൺഫ്യൂഷനും പല ആൾക്കാർക്കും വരാറുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾ ഇതെല്ലാം കറക്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വിദേശ ഡ്രൈവിംഗ് സ്കൂളിൽ ഇത്തരത്തിൽ ഗിയർ ഷിഫ്റ്റിങ്ങിൽ എക്സ്പേർട്ട് ആകാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മെത്തേഡുണ്ട്, പാം മെത്തേഡ് എന്ന് പറയും. ഈ പാം മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ ഗിയർ ഷിഫ്റ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് ഒരു കാരണവശാലും തെറ്റത്തില്ല. അത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ വണ്ടിയുടെ ഗിയർ ലിവർ ജസ്റ്റ് ന്യൂട്രൽ പൊസിഷനിലേക്ക് ആക്കി. നിങ്ങൾ നോക്കുക, ന്യൂട്രൽ എന്ന് പറയുന്നത് ലിവർ നടുക്കായിട്ട് വരുന്ന ഈ ഏരിയ ആണ്. ഇവിടെ തൊട്ട് താഴെ നമുക്ക് നോക്കിയാൽ ഗിയർ കാണാം, തൊട്ട് മേളിൽ ന്യൂട്രൽ, തൊട്ട് മുകൾ ഭാഗത്തായിട്ട് വീണ്ടും ഗിയറുകൾ കാണാം. അപ്പം ഇവിടെ ഈ സെൻറ്റർ ഏരിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് ന്യൂട്രലാണ്. അതായത് ഈ ന്യൂട്രൽ ലിവർ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ന്യൂട്രലാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പരമാവധി നമ്മളുടെ വാഹനത്തിൻ്റെ ഗിയർ ലിവർ ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കണം. അപ്പം പാം മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, കൈയുടെ ഈ ഒരു ഏരിയ കണ്ടില്ലേ, ഈ ഒരു ഏരിയ നമ്മളുടെ ഗിയർ ലിവറിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഇത് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചതിന് ശേഷം പരമാവധി ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു പ്രഷർ കൊടുക്കുക. നിങ്ങൾ നോക്കുക, പരമാവധി ലെഫ്റ്റ് സൈഡിലേക്ക് ഇതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രഷർ കൊടുക്കുക. ഇങ്ങനെ പരമാവധി പ്രഷർ കൊടുത്തിട്ട് മേളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഗിയർ തെറ്റാതെ ഫസ്റ്റ് ഗിയറിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് ഇടാം. വീഴുന്നത് ഫസ്റ്റ് ഗിയർ ആയിരിക്കും, ഒരു കാരണവശാലും തേർഡ് ഗിയർ വീഴത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയർ ഇങ്ങനെ കൊടുക്കാനായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പഠിക്കണം. ഇനി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ചില ആൾക്കാർക്ക് സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, അറിയാതെ ന്യൂട്രലിൽ വന്ന് കിടക്കും. അതായത് സെക്കൻഡ് ഇടുന്ന സമയത്ത് സെക്കൻഡ് വീഴത്തില്ല, അതായത് ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ച് താഴോട്ട് ഇടുന്നതാണ്. വീഴുന്നത് ചിലപ്പോൾ എന്ത് ചെയ്യും, ന്യൂട്രലിൽ വന്ന് കിടക്കും. അപ്പോൾ സെക്കൻഡ് ആണെന്ന് ഓർത്ത് ക്ലച്ച് അയച്ച് വണ്ടി എടുക്കും, വണ്ടി മൂവ് ആകാത്ത ഒരു പ്രോബ്ലം വരും. അപ്പോൾ സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ന്യൂട്രൽ അറിയാതെ വീഴാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കയ്യിൽ ലിവർ ഇങ്ങനെ തന്നെ വെക്കുക. അതായത് ഇത്തരത്തിൽ തന്നെ കൈ ലിവറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഇത്തരത്തിൽ നല്ല രീതിയിലുള്ള പ്രഷർ കൊടുക്കണം. എന്നിട്ട് സെക്കൻഡ് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം, ന്യൂട്രൽ എന്ന് മനസ്സിൽ ചിന്തിക്കുക. അതിനുശേഷം സെക്കൻഡ് എന്ന് ഓർക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഒരു ഇടയ്ക്കുള്ള ന്യൂട്രൽ വന്നു, അതിനുശേഷമാണ് സെക്കൻഡ് ഗിയറിലേക്ക് വീഴുന്നതെന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാനും സെക്കൻഡ് ഗിയർ തെറ്റാതെ ഇടാനായിട്ട് കഴിയും. ഇങ്ങനെ നമ്മൾ ഓരോ ഗിയർ ഇടുന്ന സമയത്ത് ന്യൂട്രൽ മനസ്സിൽ ചിന്തിച്ച് ന്യൂട്രലിൽ വന്നിട്ട് അടുത്ത ഗിയറിലേക്ക് പോകുന്നു എന്ന് ചിന്തിക്കണം. നിങ്ങളിൽ പല ആൾക്കാരും ഈ ന്യൂട്രൽ എന്ന് പറയുന്ന ആ ഒരു കാര്യം ഗിയർ ഇടുന്ന സമയത്ത് മറന്നു പോകും. അപ്പോഴാണ് ഇപ്പം സെക്കൻഡിൽ നിന്ന് തേർഡ് കൊടുക്കാനായിട്ട് വലിച്ച് ഗിയർ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യും, തേർഡ് ചിലപ്പം വീഴത്തില്ല.
വീഴുന്നത് ചിലപ്പം ന്യൂട്രലായിരിക്കാം, എന്നിട്ട് തേർഡ് വീണെന്നോർത്തായിരിക്കും പല ആൾക്കാരും ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഇനി നിങ്ങൾക്ക് തേർഡ് ഗിയർ കൊടുക്കാനായിട്ടുള്ള പാം മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഫസ്റ്റും സെക്കൻഡും ഇങ്ങനെ കൊടുത്തു, തേർഡ് കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ കൈയുടെ ഈ ഒരു ഏരിയ കണ്ടില്ലേ, ഇത് ഇങ്ങനെ പിടിക്കണം. നിങ്ങൾ നോക്കിയാൽ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ തൊട്ട് മുകൾ ഭാഗത്തേക്ക് ഇട്ട് കൊടുത്താൽ നിങ്ങൾ നോക്കുക, അതായത് ഇങ്ങനെ പിടിക്കുക, തൊട്ട് മുകളിലേക്ക് ഒന്ന് പതിയെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ലിവർ നടുക്ക് വരും. കണ്ടോ, നടുക്ക് വന്നിട്ട് ഈ ഗിയർ ലിവറിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട, ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു സൈഡിലേക്കും പ്രഷർ കൊടുക്കാതെ നേരെ മുകളിലേക്ക് ഇട്ടാൽ തേർഡ് ഗിയർ തെറ്റാതെ ഇടാനായിട്ട് കഴിയും. കാരണം തേർഡ് ഗിയർ എന്ന് പറഞ്ഞത് നടുക്ക് ഭാഗത്ത് മുകളിലാണ് തേർഡ് കിടക്കുന്നത്. അപ്പോൾ തേർഡ് ഇടുന്ന സമയത്ത് ഒരു തരത്തിലുള്ള പ്രഷറും കൊടുക്കേണ്ട, ഇങ്ങനെ കൈ പിടിക്കുക, തേർഡ് ഗിയറിലേക്ക് ഇടുക. അപ്പോൾ അത് ന്യൂട്രൽ ഓർത്ത് തന്നെ ഗിയർ എടുക്കുക. അപ്പോൾ ന്യൂട്രൽ വന്നു, തൊട്ട് മേളിലേക്ക് ഇട്ടു, തേർഡ് ഗിയറിലേക്ക് വന്നു. ഇനി നമ്മൾ ഫോർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെയും കൈ പിടിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. തേർഡും ഫോർത്തും കൊടുക്കുമ്പോൾ എപ്പോഴും കൈ ഇങ്ങനെ വരിക. അതായത് ഇപ്പം നമ്മൾ വീണ്ടും തൊട്ട് താഴെ ന്യൂട്രലിലേക്ക് വരുന്നു, കണ്ടോ, ലിവർ നടുക്കാണ് കിടക്കുന്നത്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ബലം കൊടുക്കേണ്ടത്, ഇതുകൊണ്ട് ഒരു വിരൽ കൊണ്ട് തട്ടിയാൽ നമുക്ക് ഫോർത്ത് വീഴും, മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യണം, ഇങ്ങനെ കൈ പിടിക്കുക, പതിയെ നേരെ താഴോട്ടിട്ടാൽ ഫോർത്ത് ഗിയർ നമുക്ക് തെറ്റാതെ ഇടാം. അപ്പോൾ തേർഡിൽ നിന്ന് ന്യൂട്രൽ, ഫോർത്ത് എന്നിങ്ങനെ ഓർക്കണം. ഓക്കെ, ഇനി നമ്മൾ ഈ ഫോർത്തിൽ നിന്ന് ഫിഫ്ത്തിലേക്ക് ഇടുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ കൈ ഇങ്ങനെ തന്നെ പിടിക്കണം, എന്നിട്ട് ജസ്റ്റ് മുകളിലേക്ക് പതിയെ ഒന്ന് തട്ടി കൊടുക്കുക, അതായത് ഇങ്ങനെ തട്ടി കൊടുക്കുക. അപ്പോൾ ന്യൂട്രൽ ഈ ഗിയർ ലിവർ നടുക്കായിട്ട് വരും. ഇനി നമ്മുടെ അഞ്ചാമത്തെ ഗിയർ ഇവിടെയാണ് കിടക്കുന്നത്, മനസ്സിലായോ? ഇവിടെയാണ് അഞ്ചാമത്തെ ഗിയർ കിടക്കുന്നത്. അപ്പോൾ അഞ്ചാമത്തെ ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, കൈ ഇങ്ങനെ തന്നെ പിടിക്കുക. അതായത് സെക്കൻഡ് മുതൽ പിന്നെ ഗിയർ എല്ലാം ഇടുന്ന കൈ ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ന്യൂട്രൽ വരുന്നു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, റൈറ്റ് സൈഡിലേക്ക് ചേർക്കുക. അതായത് ലിവർ ഇങ്ങനെ പിടിക്കുക, റൈറ്റ് സൈഡിലേക്ക് ചേർക്കുക, എന്നിട്ട് തൊട്ട് മേളിലേക്ക് ഇട്ടാൽ നമുക്ക് അഞ്ചാമത്തെ ഗിയർ കണ്ടോ തെറ്റാതെ ഇടും. അപ്പോൾ നമ്മൾ ഈ റൈറ്റ് സൈഡിലേക്ക് നല്ല രീതിയിലുള്ള പ്രഷർ കൊടുത്തിട്ട് വേണം 5ലേക്ക് ഇടാൻ. ഇനി 5th നിന്ന് 4th പോകണമെന്നുണ്ടെങ്കിലോ അതിനും കൈ ഇങ്ങനെ തന്നെ പിടിക്കണം, മനസ്സിലായല്ലോ? എന്നിട്ട് എന്ത് ചെയ്യണം, തൊട്ട് താഴോട്ടിട്ടാൽ ന്യൂട്രൽ വരുന്നു, എന്നിട്ട് ഗിയർ ലിവർ ന്യൂട്രൽ ഇപ്പം വന്ന് കിടക്കുകയാണ്, ഒന്ന് ഫ്രീ ആക്കി കൊടുക്കുക. അപ്പോൾ ലിവർ കറക്റ്റ് നടുക്ക് വരും. ഈ നടുക്കൊന്ന് തൊട്ട് താഴോട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ 4th നമുക്ക് 5ൽ നിന്ന് 4th ഈസി ആയിട്ട് ഇടാനായിട്ട് കഴിയും. ഇനി നമ്മൾ 4th നിന്ന് തേർഡ് കൊടുക്കുമ്പോഴോ ഇങ്ങനെ കൈ പിടിക്കണം, മനസ്സിലായല്ലോ? എന്നിട്ട് തൊട്ട് മുകളിൽ ന്യൂട്രൽ, തൊട്ട് മേലേക്ക് തേർഡ്. ഇനി നമ്മുടെ കൈയുടെ പൊസിഷൻ മാറി തുടങ്ങുകയാണ്, കണ്ടോ? തേർഡിൽ നിന്ന് നമുക്ക് സെക്കൻഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും കൈ ഇങ്ങനെ പിടിക്കുന്നു, നോക്കുക, ഇങ്ങനെ പിടിക്കുന്നു. ഇതാണ് പാം മെത്തേഡിൻ്റെ ഒരു വ്യത്യാസം. ഇനി തേർഡിൽ നിന്ന് സെക്കൻഡ് വരുമ്പോൾ കൈ മാറും, അതായത് ഇങ്ങനെ ന്യൂട്രലിലേക്ക് വരിക, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ പ്രഷർ കൊടുക്കുന്നു, തൊട്ട് താഴോട്ടിട്ടാൽ നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് കറക്റ്റായിട്ട് ഇടാം. അപ്പം ഇവിടെ ന്യൂട്രൽ ഓർത്ത് തന്നെ സെക്കൻഡ് ഗിയർ കൊടുക്കുക. ഇനി സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ ന്യൂട്രൽ വരിക, മേളിലേക്ക് ഇടുക. ഇനി നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെയൊക്കെ ഓടിച്ചു പോകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് തേർഡ് ഗിയറിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കൈ തെറ്റാതെ ഉപയോഗിക്കേണ്ടത്? അതിനും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ തേർഡ് ഗിയറിൽ നിന്ന് ഫസ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ പിടിക്കുക, ഒന്നെങ്കിൽ ഇങ്ങനെ പിടിക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് മേളിലേക്ക് ഇടാം, മനസ്സിലായല്ലോ? ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യും. ഇപ്പോൾ തേർഡിൽ കിടക്കാണ്, തേർഡിൽ നിന്ന് ഫസ്റ്റ് കൊടുക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് കൈ ഇങ്ങനെ തന്നെ പിടിക്കുക, ന്യൂട്രൽ വന്നല്ലോ, എന്നിട്ട് കൈ ഇവിടെ നിന്ന് ഇങ്ങനെ ചെരിഞ്ഞ് വന്ന് ഇങ്ങനെ വരുന്നു, എന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചേർക്കുന്നു, മേളിലേക്ക് ഇടുന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാം. ഇനി നമുക്ക് 4th നിന്ന് ഫസ്റ്റ് കൊടുക്കണം. അതായത് വണ്ടിയൊക്കെ തീർത്തും സ്ലോ ആകുന്ന സമയങ്ങളിലാണ് നമ്മളിങ്ങനെ ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ 4th ഇങ്ങനെ ഓടിച്ചു പോവുകയാണ്, പെട്ടെന്ന് മുന്നിൽ നമ്മുടെ ഒരു വണ്ടി ഇതുപോലെ ഒരു തടസ്സം വന്നു, നമ്മൾ വണ്ടി അവിടെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് കൈ ഇങ്ങനെ തന്നെ പിടിക്കുക, ഇങ്ങനെ പിടിക്കുക, ഒരു കാരണവശാലും ഇങ്ങനെ പിടിക്കരുത്. ഇങ്ങനെ പിടിച്ചിട്ട് പല ആൾക്കാരും ഇടും, ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ തന്നെ പിടിച്ച് ജസ്റ്റ് മേളിലേക്ക് തട്ടിയ ന്യൂട്രൽ വരും. ന്യൂട്രൽ നിന്ന് എന്ത് ചെയ്യണം, കൈ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് മേളിലേക്ക് ഇടുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇടാം. ഇത് സ്പീഡിൽ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഇട്ട് കാണിക്കാം. ഇപ്പോൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ പോകുന്നു, ഫസ്റ്റ് ഗിയർ കണ്ടോ. ഇനി നമ്മൾ 4th ഗിയർ പോകണേ, നിങ്ങൾ 4th ഗിയറിൽ ഇങ്ങനെ പോകുന്നു, ന്യൂട്രൽ വരുന്നു, ലെഫ്റ്റ് ഗിയർ മേളിലേക്ക് ഇടുന്നു, കണ്ടോ, ഫസ്റ്റ് ഗിയർ ഇടുന്നു. അപ്പം നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലേക്കുള്ള പ്രഷർ കൊടുത്ത് കറക്റ്റായിട്ട് നമുക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാം. അപ്പോൾ നമുക്ക് അറിയാതെ ന്യൂട്രൽ വരുന്ന പ്രശ്നവും തെറ്റാതെ ഗിയർ ഇടാനായിട്ട് നിങ്ങളിത് ഡ്രൈവിങ്ങിൽ പരീക്ഷിക്കണം. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ പറയാം. റിവേഴ്സ് ഗിയർ എങ്ങനെയാണ് കൊടുക്കേണ്ടത് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. റിവേഴ്സ് ഗിയർ കൊടുക്കുമ്പോൾ ന്യൂട്രൽ പൊസിഷനിലേക്ക് ഇങ്ങനെ വരുന്നു, എന്നിട്ട് കൈ ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ പിടിച്ച് റൈറ്റ് സൈഡിലേക്ക് പരമാവധി പ്രഷർ കൊടുത്താക്കുക, താഴോട്ടിടുക, റിവേഴ്സ് ഇടാം. ഇനി നമ്മൾ റിവേഴ്സിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ വണ്ടി നിർത്തിയിട്ട് മുന്നോട്ട് എടുക്കുന്ന സമയത്ത് പുറകോട്ടെടുത്തു, അതിനുശേഷം വീണ്ടും മുന്നോട്ട് എടുക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം, ജസ്റ്റ് മേളിലേക്ക് ഇങ്ങനെ തട്ടുക, ന്യൂട്രൽ പൊസിഷൻ വരുന്നു, എന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കൈ ഇങ്ങനെ വരുന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുന്നു, മേളിലേക്ക് ഇടുന്നു. അപ്പോൾ നമുക്ക് തെറ്റാതെ എല്ലാ ഗിയറും ഇട്ട് ഒരു വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും.
അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഇതിനുശേഷം നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തെറ്റാതെ അറിയാതെ ന്യൂട്രൽ പൊസിഷനിലേക്ക് ഗിയർ വീഴാതെ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.